ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്നും അതിൻ്റെ ഫോർമുല എന്താണെന്നും വ്യത്യസ്ത ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹിയർ വി ഗോ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് അസർട്ടീവ് സെന്റൻസിനെ കുറിച്ചാണ് നാം ആദ്യം പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. It is used to describe an action that will be in progress at a specific point in the future. ഫ്യൂച്ചർ ടെൻസിൽ അല്ലെങ്കിൽ ഭാവി കാലത്ത് ഒരു നിശ്ചിത സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. നോക്കൂ, ആദ്യം ആസ് യൂഷ്വൽ വി വിൽ ആഡ് സബ്ജക്റ്റ്. ഫസ്റ്റ് സബ്ജക്റ്റ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം വിൽ ബി എന്നുള്ള സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. വിൽ ബി എന്നുള്ള ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ വിൽ എന്നത് മാത്രമായിരുന്നു, ഇവിടെ വിൽ ബി എന്നതായി മാറി. അതിന് ശേഷം നോക്കൂ, ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യുന്നു. പിന്നെ ആ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബിനോടുകൂടെ ING ആഡ് ചെയ്യുന്നു. അപ്പോൾ ഉദാഹരണം അതിൻ്റെ സെന്റൻസ് ഏത് രൂപത്തിലാവും എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. നോക്കൂ, എക്സാമ്പിൾസ്. I will be studying for my exam at 10 PM tonight. I എന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പിന്നെ ഫോർമുലയിലൂടെ ഒന്ന് പോയി നോക്കാം നമുക്ക്. I എന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പിന്നെ വിൽ ബി എന്നത് നമ്മളിവിടെ നേരെ ആഡ് ചെയ്തു. നോക്കൂ, ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ഇവിടെ സ്റ്റഡി എന്നതാണ്. അതിനോട് കൂടെ നമ്മൾ ING ആഡ് ചെയ്തു. അത് അഡീഷണൽ ആയിട്ട് നമ്മൾ ചേർക്കുന്നതാണ് ING എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സെന്റൻസ് എന്തായി മാറി? I will be studying. പിന്നെ സെന്റൻസ് എക്സ്റ്റൻഷന് വേണ്ടി കുറേ സെന്റൻസുകൾ നീട്ടി പറയാവുന്നതാണ്. അപ്പോൾ സെന്റൻസ് നോക്കൂ, I will be studying for my exam at 8 PM tonight. ഇന്ന് രാത്രി 8 മണിക്ക് എൻ്റെ എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും, ഞാൻ പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പഠിക്കുകയായിരിക്കും. ഈ ഒരു രൂപത്തിലാണ് ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത്തരം സെന്റൻസുകൾ ഒരുപാട് നാം നിത്യജീവിതത്തിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഒരുപാട് എക്സാമ്പിൾസ് നാം ഉപയോഗിക്കുന്നതാണ്. ആ സെന്റൻസുകൾ ഉണ്ടാക്കേണ്ടത് ഈ രൂപത്തിലാണ്. അതിൻ്റെ ഫോർമുല ഈ സബ്ജക്റ്റ് വിൽ ബി ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആൻഡ് ING എന്നുള്ളതാണ്. ആൻഡ് ടേക്ക് എ ലുക്ക് അറ്റ് ദ സെക്കൻഡ് എക്സാമ്പിൾ. ദേ വിൽ ബി ട്രാവലിംഗ് ടു യൂറോപ്പ് നെക്സ്റ്റ് സമ്മർ. അടുത്ത സമ്മറിൽ അവർ യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുകയായിരിക്കും. ഓക്കെ, ഈ രൂപത്തിലാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത്തരം സെന്റൻസുകൾ ഒരുപാട് നാം ഉപയോഗിക്കുന്നുണ്ട്. നാളെ ഈ സമയത്ത് ഞാൻ യാത്ര ചെയ്യുകയായിരിക്കും, ഞാൻ നാളെ ഈ സമയത്ത് പ്ലെയിനിലായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയായിരിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ സെന്റൻസുകൾ നമ്മൾ ഭാവി കാലത്ത് ഞാൻ ആ കാര്യം ചെയ്യുകയായിരിക്കും തുടങ്ങിയിട്ടുള്ള സെന്റൻസുകളാണ്, ആ രൂപത്തിലുള്ള അർത്ഥം വരുന്ന സെന്റൻസുകളാണ് ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സെന്റൻസുകൾ ഉണ്ടാക്കേണ്ട രൂപമാണ് ഈ ഫോർമുലയിലൂടെ നാം പരിചയപ്പെടുത്തിയത്. ആ ഫോർമുല വെച്ച് ഒരുപാട് ഉദാഹരണങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്വന്തം ശ്രമിക്കുക. Okay, let's move on to the second type of sentence from a future continuous, which is negative. Look at that. And future continuous negative sentences. How to make the negative sentences? As usual, we will add not, the word not after auxiliary. ഇവിടെ ഓക്സിലറി എന്താണ്? വിൽ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വിൽ ബി എന്നുള്ളത് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. വിൽ എന്നുള്ള ഓക്സിലറിക്ക് ശേഷം നോട്ട് ആഡ് ചെയ്താൽ ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ നെഗറ്റീവ് നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിലൂടെ ഒന്ന് പോയി നോക്കാം. ദ സെയിം എക്സാമ്പിൾസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. I will not be studying for my exam at 8 PM tonight. ഇന്ന് രാത്രി 8 മണിക്ക് ഞാൻ എക്സാമിന് പഠിക്കുമെന്നും ആയിരിക്കൂല. നേരത്തെ പഠിക്കായിരിക്കും എന്നല്ലേ പറഞ്ഞു. അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ദാറ്റ്സ് ഇറ്റ്. അതാണ് നെഗറ്റീവ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ. They will not be traveling to Europe next summer. അടുത്ത സമ്മർ വെക്കേഷനിൽ അവർ യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുകയായിരിക്കും എന്നാണ് നേരത്തെ പറഞ്ഞത്. യാത്ര ചെയ്യുകയായിരിക്കൂല. ഇനി നമ്മൾ നേരെ പോകുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നതാണ്. എങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസസ്.
Bring auxiliary, which is will, before the subject. What is the subject? Whatever the subject that we have to take the auxiliary, which is only will. Okay. Don't misunderstand. Auxiliary is will be. ഓക്സിലറി എന്നുള്ളത് വിൽ ബി എന്നതല്ല, വിൽ എന്നത് മാത്രമാണ് ഓക്സിലറി എന്നത്. അപ്പോൾ ആ വിൽ എന്നതിനെ എന്ത് ചെയ്യുക, സബ്ജക്റ്റിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ബാക്കി അതേപോലെ സെന്റൻസ് പറയുകയാണെങ്കിൽ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസ് ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിലൂടെ പോയി നോക്കാം. സെയിം എക്സാമ്പിൾസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വിൽ ഐ ബി സ്റ്റഡിയിങ് ഫോർ മൈ എക്സാം 8 PM tonight? ഇന്ന് രാത്രി 8 മണിക്ക് ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരിക്കുമോ? അല്ലെങ്കിൽ വിൽ യു ബി സ്റ്റഡിയിങ് ഫോർ യുവർ എക്സാം? ഈ മൈ എന്നത് യു എന്നാക്കി മാറ്റണം. ഓക്കെ, നിങ്ങളുടെ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കുകയായിരിക്കുമോ എന്നതാണ് ചോദ്യം. അപ്പോൾ ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കം ടു ദ സെക്കൻഡ് എക്സാമ്പിൾ. വിൽ ദേ ബി ട്രാവലിംഗ് ടു യൂറോപ്പ് നെക്സ്റ്റ് സമ്മർ? അടുത്ത സമ്മർ വെക്കേഷനിൽ അവര് യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുകയായിരിക്കുമോ? അപ്പോ ഇത്രയുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അതിന്റെ ഉദാഹരണങ്ങൾ നാം ഉദാഹരിച്ചു കഴിഞ്ഞു. ദി ലാസ്റ്റ് ടൈപ്പ് ഓഫ് സെന്റൻസ് വിച്ച് ഈസ് നത്തിങ് അതർ ദാൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് WH ക്വസ്റ്റ്യൻസ്. ഹൗ ടു മേക്ക് WH ക്വസ്റ്റ്യൻസ്? വളരെ സിമ്പിൾ ആണ്. എന്ന് നാം പറയാറുള്ളത് പോലെ ആഡ് എനി WH ക്വസ്റ്റ്യൻ വേർഡ് ഇൻ ടു എൻറ്റയർ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസസ്. ഇതിന് തൊട്ട് മുമ്പ് കിട്ടിയ യെസ് ഓർ നോ സെന്റൻസ് ഉണ്ടല്ലോ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസ്. ആ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസിലേക്ക് എനി WH ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു WH ക്വസ്റ്റ്യൻ ആഡ് ചെയ്താൽ, ഏതെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WH ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യമുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള WH ക്വസ്റ്റ്യൻ ആഡ് ചെയ്താൽ we will get WH question sentences. Take a look at the examples. Where will I be studying for my exam at 8 PM tonight? ഇന്ന് രാത്രി 8 മണിക്ക് എക്സാമിന് വേണ്ടി ഞാൻ എവിടെയാണ് പഠിക്കുക? റൂമിലാണോ, ക്ലാസ്സിലാണോ? അല്ലെങ്കിൽ where will you be studying for your exam? നിങ്ങളുടെ എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ നിന്റെ എക്സാമിന് വേണ്ടി നീ എവിടെയായിരിക്കും പഠിക്കാൻ ഉപയോഗിക്കുക? എവിടെയായിരിക്കും പഠിക്കുക? റൂമിലാണോ, ക്ലാസ്സിലാണോ? That's it. And come to the last example. Why will they be traveling to Europe next summer? അടുത്ത വെക്കേഷനിൽ സമ്മറിൽ അവർ യാത്ര പോവാണെന്ന് പറഞ്ഞു. അവർ എന്തിനാ യാത്ര പോകുന്നത്? അവർ എന്തിനായിരിക്കും യാത്ര പോകുന്നത്? ഓക്കെ, ഈ രൂപത്തിലാണ് WH questions make ചെയ്യുക. If you got anything and if you have understood anything from my video, let me know in the comment box and feel free to drop any message in the comment box. Let's see in the next video. Bye.